ഹിസ്ബുള്ള എന്ന് പറയുമ്പോൾ ആളുകൾ എന്തോ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഒരു ഈ പറയുന്ന ലെഫ്റ്റ് ലിബറൽ എക്കോസിസ്റ്റത്തിൽ അത് എന്തോ ഒരു അപരിഷ്കൃതമായിട്ടുള്ള ഒരു പിന്നെ ഒരു തീവ്രവാദികളായിട്ടുള്ള കുറേ പൊളിറ്റിക്കൽ ഒരു ആൾക്കൂട്ടാണെന്ന് വിചാരിക്കുക. അത് ലെബനനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അവർക്ക് ഇപ്പോൾ ഈ സംസാരിക്കുന്ന നിമിഷവും പാർലമെൻറ്റിൽ 15 അംഗങ്ങളുണ്ട്. അവരൊരു പൊളിറ്റിക്കൽ കോalition, മാർച്ച് 6 കോalition എന്ന് പറയുന്ന ഒരു സഖ്യത്തിൻ്റെ ഭാഗമാണ്. ആ സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടി ഏതാണെന്ന് അറിയോ? ഫ്രീ പാട്രിയോട്ടിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന മിഷേൽ ഓൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മാറനൈറ്റ് ക്രിസ്ത്യൻ പാർട്ടിയാണത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷി സോഷ്യലിസ്റ്റ് നാഷണലിസ്റ്റ് പാർട്ടിയാണ്, അവിടുത്തെ ലെഫ്റ്റ് ലിബറൽ പാർട്ടിയാണത്. പിന്നെ വേറൊരു ക്രിസ്ത്യൻ പാർട്ടിയാണ്. നമ്മുടെ ഇവിടെയുള്ള ഈ ക്രിസംഖികളൊക്കെ ഹിസ്ബുള്ള ഇടിച്ചു പാടമാക്കി ഇതൊക്കെ പറഞ്ഞ് ആഘോഷിക്കുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട സഖ്യകക്ഷി അവിടുത്തെ പ്രധാന ക്രിസ്ത്യൻ വിഭാഗമായുള്ള മാറനൈറ്റ് ക്രിസ്ത്യൻസാണ് അവരുടെ സഖ്യകക്ഷിയായിട്ടുള്ളത്. അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്, അതൊരു സോഷ്യൽ സർവീസ് വിങ് ആണ്. ഹിസ്ബുള്ളയെക്കുറിച്ച് സാധാരണ പൊളിറ്റിക്കൽ അനലിസ്റ്റുകൾ നടത്തുന്നൊരു പ്രയോഗമുണ്ട്. എന്താണ് സ്റ്റേറ്റ് വിത്തിൻ എ സ്റ്റേറ്റ് എന്നാണ് പറയുക. അത്രയും വലിയ സംവിധാനങ്ങൾ, സ്വന്തമായിട്ട് ടെലിവിഷൻ ചാനലുള്ള, റേഡിയോ സ്റ്റേഷൻസുള്ള, മ്യൂസിക് പ്രൊഡക്ഷൻ ഹൗസുള്ള, ഹോസ്പിറ്റൽ നെറ്റ്വർക്കുകളുള്ള അതിവിപുലമായിട്ടുള്ളൊരു സംവിധാനമാണ്. അതിനകത്ത് ഈവൻ അവരുടെ ഒരു റെസിസ്റ്റൻസ് തീം പാർക്ക് വരെ ഉണ്ട്. ലെബനനിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലുള്ള റെസിസ്റ്റൻസ് തീം പാർക്കാണ്. അങ്ങനെ പോകുന്ന ഈ ലെബനനിലെ ഏറ്റവും വിപുലമായിട്ടുള്ള മൈക്രോ ഫിനാൻസ് നെറ്റ്വർക്ക് അൽ ഖർൽ ഹസൻ എന്ന് പറയും, അത് ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലുള്ളതാണ്. അപ്പോൾ ലെബനീസ് ജീവിതത്തിൻ്റെ അതിനെക്കുറിച്ച് പറയാൻ ഇറ്റ്സ് നോട്ട് എ പാർട്ടി, ഇറ്റ്സ് എ സോഷ്യൽ എക്കോസിസ്റ്റം എന്നാണ് ഹിസ്ബുള്ളയെക്കുറിച്ച് പറയുന്നത്. ലെബനീസ് ജീവിതത്തിൻ്റെ എല്ലാ അടരുകളിലും സ്വാധീനമുള്ള അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫോഴ്സാണ്, ആ സൊസൈറ്റിയുടെ ഭാഗമായുള്ള സംഗതിയാണ്. അപ്പോൾ അതിലൊന്നാണ് ഈ പറയുന്ന ഹിസ്ബുള്ളയുടെ മിലിറ്ററി വിങ് എന്ന് പറയുന്നത്. അവരാണ് ഇസ്രായേലുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അജിംസ് പറഞ്ഞ പോലെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഇസ്രായേൽ അധിനിവേശം ചെയ്ത ഒരു ഭൂപ്രദേശത്ത് നിന്ന് സൈനിക നടപടിയിലൂടെ സൈനികമായ പരാജയം കാരണം പിന്മാറിയ ഒരേ ഒരു സ്ഥലം അത് ലെബനനാണ്. 1982 മുതൽ 2000 വരെ ഇസ്രായേൽ അധിനിവേശത്തിലായിരുന്നു ഈ സൗത്ത് ലെബനാൻ. ഒരു കാര്യം കൂടെ മനസ്സിലായി, ഹിസ്ബുള്ള രൂപീകരിക്കുന്നത് എന്തിനാണെന്നറിയോ? സൗത്ത് ലെബനനിലെ ഇസ്രായേലിൻ്റെ അധിനിവേശം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്. 82 തന്നെയാണ് ഇത് രൂപീകരിക്കപ്പെടുന്നത്. 82 വളരെ കുപ്രസിദ്ധമായുള്ള സബ്ര ഷാത്തില മാസക്കർ ഉണ്ട്. 2 ദിവസം കൊണ്ട് 3500 ഫലസ്തീനികളെ ബെയ്റൂത്തിലെ 2 ക്യാമ്പുകളായിട്ട് കൊന്നുകളഞ്ഞ അതിന് നേതൃത്വം കൊടുത്ത് ഏരിയൽ ഷറോൺ എന്ന് പറയുന്ന അന്ന് ഡിഫൻസ് മിനിസ്റ്റർ, പിന്നീട് അങ്ങനെ ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററൊക്കെ ആയി. അപ്പോൾ അത്രയും അങ്ങനൊരു ചരിത്രം അവിടെ ഉണ്ട്. ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടന, അതും ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങി തിയറി ഉണ്ടല്ലോ, അത് പ്രകാരവും ശരിയാവില്ല. കാരണം ഹിസ്ബുള്ള രൂപീകരിക്കപ്പെടുന്നത് തന്നെ എന്തുകൊണ്ടാണ്? ഇസ്രായേൽ വന്ന് ലെബനോൻ്റെ സൗത്ത് ലെബനൻ അധിനിവേശം ചെയ്തുകൊണ്ടാണ്. ലിഥാനി പുഴയ്ക്കപ്പുറമുള്ള ലെബനോൻ പ്രദേശങ്ങൾ ഞങ്ങളുടെ ബഫർ സോണായിരിക്കണം എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ മിലിറ്ററി സ്ട്രാറ്റജി. അപ്പോൾ ആ പ്രദേശം, അതാണ് സൗത്ത് ലെബനോൻ എന്നറിയപ്പെടുന്ന പ്രദേശം. അവിടെ ഇസ്രായേൽ അധിനിവേശം ചെയ്തുകൊണ്ട് ആ അധിനിവേശം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ച് രൂപീകരിക്കപ്പെട്ട ഒരു ഫോഴ്സാണ്, ഒരു സംഘമാണ് ഹിസ്ബുള്ള. ലേറ്റർ ഓൺ അവർ ഡെവലപ്പ് ചെയ്തു. അവർ സോഷ്യൽ സർവീസിലേക്കും ഈ NGO നെറ്റ്വർക്കിലേക്കും മാധ്യമ വിഭാഗത്തിലേക്കും പൊളിറ്റിക്കൽ ആക്ടിവിസത്തിനും 82 രൂപീകരിക്കപ്പെട്ടതെങ്കിലും 92 അവർ ആദ്യമായിട്ട് ഇലക്ഷനിൽ പങ്കെടുക്കുന്നത്. ആ സമയം തന്നെ അവർക്ക് 8 സീറ്റുകൾ അവർ വിജയിക്കുന്നുണ്ട്. ദെൻ അവർ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. നിരവധി തവണ അവർ കോലീഷൻ പാർട്ട്ണറായിരുന്നു, ഭരണ മുന്നണിയുടെ ഭാഗമായിരുന്നു, സ്പീക്കറായിട്ടുണ്ട്. 1/2 ഡസനോളം ക്യാബിനറ്റ് മന്ത്രി പദവികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 2026 ഇപ്പോൾ ഞാൻ പറഞ്ഞു അവർക്ക് 15 അംഗങ്ങളുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവിടുത്തെ കെയർടേക്കർ ഗവൺമെൻറ് എടുത്തൊരു തീരുമാനം, ഈ കഴിഞ്ഞ മാർച്ച് 2 എടുത്തൊരു തീരുമാനം ഹിസ്ബുള്ളയുടെ ആംഡ് വിങ്ങിനെ നിരോധിച്ചു നിയമപരമായിട്ട്. അതിൻ്റെ കാരണം വെച്ചാൽ ലെബനന് മേൽ പല തോതിലുള്ള ഇൻ്റർനാഷണൽ പ്രഷേഴ്സ്, യൂറോപ്യൻ യൂണിയൻ, ഫ്രാൻസ്, അമേരിക്കയുടെ പ്രഷർ, നിങ്ങൾക്കുള്ള പൈസ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധം ശരിയായ വിധത്തിൽ പോകണമെങ്കിൽ ഹിസ്ബുള്ളയെ ഒഴിവാക്കണം എന്നുള്ളൊരു കർശനമായിട്ടുള്ള പ്രഷർ അന്താരാഷ്ട്ര സമൂഹം അല്ലെങ്കിൽ വെസ്റ്റേൺ പവേഴ്സ് വെച്ചു. അങ്ങനെ അവർ നിയമപരമായിട്ട് ഹിസ്ബുള്ളയെ മൊത്തം നിരോധിക്കാൻ പറ്റില്ല. ഹിസ്ബുള്ളയുടെ ആംഡ് വിങ്ങിനെ നിരോധിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് ഹിസ്ബുള്ളയെ നേതൃത്വം ഞങ്ങൾക്ക് ആംഡ് വിങ്, പൊളിറ്റിക്കൽ വിങ്, 2 വിങ്ങൊന്നുമില്ല, ഞങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ ടെക്നിക്കലി അവരത് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഹിസ്ബുള്ള എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലെയറാണ് ഈ ലെബനീസ് സൊസൈറ്റിയിൽ. അത് ഇസ്രായേലിനെ സംബന്ധിച്ചും വലിയൊരു തലവേദനയാണ്. കാരണം ആംസ് ലെങ്ത്തിൽ ഒരു ശത്രു അവിടെ നിൽക്കുകയാണ്. അവർക്ക് എപ്പോഴും വേണമെങ്കിൽ ഹൈഫയിലേക്ക് മിസൈലേക്കാം, നെഹാരിയിലേക്ക് മിസൈലേക്കാം. ഇസ്രായേലിൻ്റെ സദേൺ ഫ്രണ്ട് അതെപ്പോഴും വലട്ടയിലായി നിൽക്കുകയാണ്.
ഇസ്രായേലിലെ നോർത്തേൺ ഫ്രണ്ട്, നോർത്തേൺ ഫ്രണ്ട്, അവിടുത്തെ ലെബനൻ്റെ സദേൺ ഫ്രണ്ട് എന്നുള്ള ആക്രമണങ്ങൾ വരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിന് തകർക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ വർഷം അവർ പരമാവധി ശ്രമിച്ചത്. ഗംഭീരമായ, അവരുടെ ഭാഷയിൽ ഗംഭീരമായ ആക്രമണം നടത്തി അവരുടെ ഹെഡിനെ തന്നെ വധിച്ചു. പക്ഷേ ഇപ്പോഴും അതങ്ങനെ നിലനിൽക്കുകയാണ്. ഇറാൻ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ എഗൻ ഹിസ്ബുള്ളക്ക് നേരെയുള്ള ആക്രമണം ഇസ്രായേൽ ശക്തിപ്പെടുത്തി. അപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിൽ പാകിസ്ഥാൻ്റെ മധ്യസ്ഥയിൽ ഒരു ധാരണയിലെത്തിയിട്ട് യുദ്ധം അവസാനിപ്പിക്കുന്നു. പക്ഷേ ആ യുദ്ധം അവസാനിപ്പിക്കുന്ന അതേ ദിവസം തന്നെ ഇസ്രായേൽ എന്ത് ചെയ്യുന്നു? ലെബനിലേക്ക് വലിയ തോതിൽ ആക്രമണം, ഒറ്റ ദിവസം തന്നെ 100 കണക്കിന് ആളുകളെ കൊന്നുകളയുന്നു. അപ്പോൾ അത്തരമൊരു സന്ദർഭത്തിൽ ഞങ്ങൾ യുദ്ധം നിർത്തി, ഞങ്ങൾ മാറി നിൽക്കുകയാണെന്ന് പറയാൻ ധാർമ്മികമായി ഇറാന് പറ്റില്ല. കാരണം ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷിയാണ്. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്, പ്രതിരോധ അച്ചുതണ്ടിലെ പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷിയാണ്. അപ്പോൾ അവരെ കൈവിട്ട് കളയുന്നു എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ധാർമ്മികമായും രാഷ്ട്രീയമായും പ്രതിസന്ധിയാണ്. അതുകൊണ്ടാണ് അബ്ബാസ് അരഗാച്ചിയും അവിടുത്തെ പാർലമെൻറ്റ് സ്പീക്കറും അവർ എക്സിൽ കുറച്ച് മുമ്പ് പോസ്റ്റ് ചെയ്ത പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്തു. അവരെന്താണ്, ഇസ്ലാമാബാദിൽ നാളെ മുതൽ നടക്കാൻ പോകുന്ന ചർച്ചയെക്കുറിച്ചായിരുന്നു അവർ പോസ്റ്റ് ചെയ്തിരുന്നത്. അവർ ഡിലീറ്റ് ചെയ്തത്. അപ്പോൾ ആ ചർച്ച നടക്കുമെന്ന് പോലും നിശ്ചയമില്ല. ഹോർമുസിൽ ഇനി കപ്പലുകൾ നീങ്ങില്ല എന്ന് അവരിൽ പലരും പറഞ്ഞു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ സീസ് ഫയർ പാക്റ്റിൻ്റെ ഭാഗമായിട്ട് എന്താണ്, ഇസ്രായേലിൻ്റെ ലെബനീസ് ആക്രമണം കൂടെ അതിൻ്റെ ഭാഗമാക്കണം എന്നുള്ളതാണ് ഇറാൻ്റെ ആവശ്യം. അതൊരു അനദർ സ്കീമിഷ് എന്നുള്ളതാണ് ഇയാൾ പറഞ്ഞത്. അത് വേറെന്തൊരു അടിപിടിയാണ് എന്നുള്ള നിലക്കാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇറാൻ അതിൽ ഉറച്ചു നിൽക്കാനേ പറ്റുകയുള്ളൂ. കാരണം അതിലൊരു ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്. തങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷിയെ കൈവച്ച് തങ്ങൾ ഈ പരിപാടി നിർത്തുകയാണെന്ന് പറഞ്ഞാൽ പറ്റില്ല. അതുകൊണ്ട് ഇതിലെന്ത് സംഭവിക്കുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എഗൻ നമുക്ക് ഓയിൽ പ്രൈസ് താഴ്ന്നുകൊണ്ടിരുന്ന ഓയിൽ പ്രൈസ് എഗൻ കയറാൻ തുടങ്ങി. ഹോർമുസ് ഞങ്ങൾ വീണ്ടും പഴയപടിയാക്കുകയാണെന്ന് ഇറാൻ പറയുന്നു. എണ്ണവില കൂടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ വൊലറ്റൈലായ അപകടകരമായ സിറ്റുവേഷനിലേക്കാണ് പോവുക. അന്താരാഷ്ട്ര സമൂഹം ഇസ്രായേലിനെയോ അമേരിക്കയെയും സമ്മർദ്ദത്തിലാക്കി ലെബനനെതിരായ ഒരുപക്ഷെ ഇസ്രായേൽ അങ്ങനെയായിരിക്കും കാണുന്നുണ്ടാകുക. ഈ ലെബനനെതിരായ ആക്രമണം നിർത്തേണ്ടി വരും എന്ന് കണ്ടിട്ടായിരിക്കും കിട്ടിയ സമയം വെച്ച് പരമാവധി ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ട് വ്യാപകമായ ആക്രമണം. അങ്ങനെ മിലിറ്ററി ടാർഗറ്റുകളൊന്നുമല്ല, അവിടുത്തെ സിവിലിയൻ കേന്ദ്രങ്ങളിലും എല്ലായിടത്തും കൊണ്ടുപോയി ബോംബിടുകയാണ്. അതുകൊണ്ടാണ് വലിയ തോതിലുള്ള മരണം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരുപക്ഷെ അത് നിർത്തിയേക്കാം. എനിവേ ഒരു ഡെഡ്ലോക്കിലെത്തിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ അവസ്ഥ പറയുകയാണെങ്കിൽ ഇസ്ലാമാബാദ് ടോക്ക് വരെ നാളെ നടക്കാനിരിക്കുന്ന സംഭാഷണം വരെ നടക്കുമോ എന്ന സംശയത്തിലാണ് നിൽക്കുന്നത്.